തോന്നലായിരുന്നു അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇത് 30 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ പുഷ്പൻ നമ്മൾ ജീവിച്ച് മരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ ജീവിച്ച് മരിക്കുക എന്ന ഉദാഹരണത്തിന് എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ് പുഷ്പൻ്റെ ചരമത്തിലുള്ളത്. പുഷ്പൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഞാനുമായി നല്ല പരിചയമുണ്ടായിരുന്നു. കാരണം ഞാനന്ന് 80-ൽ കൂത്തുപറമ്പിൽ പെരിങ്ങളത്തെ MLA ആയി പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചുക്ലിയിലുള്ള വീടും ഒക്കെ എനിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ടറിയുന്നൊരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ പ്രത്യേകമായൊരു ഇഷ്ടവും ഒക്കെ എനിക്ക് തോന്നിയിരുന്നു. കാരണം അദ്ദേഹം പുഷ്പൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിലുള്ള ചടുലമായ പ്രവർത്തന രീതിയാണ്. ഊർജ്ജസ്വലതയുള്ളവരാണ് ചെറുപ്പക്കാരുടെ സംഘടനയിൽപ്പെട്ട എല്ലാവരുമെങ്കിലും ഇതിനകത്ത് കൗശലപൂർവ്വമുള്ള ചടുലത പുഷ്പൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുടനീളം കാണാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ ഒരു മാസം മുമ്പേ ഞാൻ അദ്ദേഹത്തെ കാണാൻ ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്നെ തിരിച്ചറിയാൻ, അതിന് മുമ്പ് പോയപ്പോഴൊക്കെ തിരിച്ചറിഞ്ഞത്. പക്ഷേ അവർ അന്ന് തന്നെ തേജസ്സറ്റ ഒരു മനുഷ്യ ശരീരമായി അതിനെ കാണാൻ കഴിഞ്ഞു. എത്ര കാലമാണ് ഈ ദുരിത കിടക്കയിൽ കിടക്കേണ്ടി വരിക എന്നാണ് സത്യത്തിൽ അപ്പോൾ പ്രാർത്ഥിച്ചു പോയത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനക്കൊന്നും ഫലമുണ്ടായില്ല. അദ്ദേഹം നമ്മെ വിട്ടു പോയി. എനിക്ക് പറയാനുള്ളത്, യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തിന് മാതൃകയായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം ശീലിച്ച പ്രവർത്തന ശൈലി നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് പുഷ്പനെ സ്നേഹിക്കുന്നവരും പുഷ്പൻ്റെ പ്രസ്ഥാനമായ DYFI പ്രവർത്തകരും ശ്രമിക്കേണ്ടത്. കേരളത്തിലെ ഒരു മാതൃകാ പ്രസ്ഥാനമായി വളരാൻ അവർ ശ്രമിക്കണം. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനും സ്നേഹമാർജിക്കാനും കഴിയണം. ഇന്നലെ അന്തരിച്ചു പോയ ഇന്നലെ നാം യാത്രാമൊഴി നൽകിയ അർജുൻ ജനങ്ങളുടെ ഇഷ്ടതോഴനായിരുന്നു. അപ്പോൾ ഓരോ യുവപ്രവർത്തകനും ജനങ്ങളുടെ ഇഷ്ടതോഴന്മാരായി മാറണമെന്ന സന്ദേശമാണ്. അതാണ് ജനങ്ങൾക്ക് വിശ്വാസം ആർജിക്കാൻ കഴിയുക എന്ന സന്ദേശം, ഒരു പാഠം അവിടെ നിന്ന് പഠിക്കാനുണ്ട്. ആ പാഠം പഠിച്ച് മുന്നോട്ട് പോകാൻ പുഷ്പൻ്റെ ഓർമ്മകൾ സഹായമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുഷ്പൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു.